നമസ്തേ. മഹാഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്രമന്ത്രിമാർ ചുമതലയേറ്റെടുത്തു. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കറും ചുമതലയേറ്റു. വിവിധ സഹമന്ത്രിമാരും ഇന്ന് ചുമതലയേറ്റു. ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ജോർജ് കുര്യൻ. തീരമേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് UN രക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് എസ് ജയശങ്കർ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാകും പ്രവർത്തനമെന്ന് ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി ജനം TVയോട്. ജാതി വിവേചനം ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ കണ്ടെത്താനാവില്ലെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സ്വാർത്ഥരായ കുറേ മനുഷ്യർ ചെയ്തു വെച്ചതാണ് അയിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയെ തെരഞ്ഞെടുത്തു. കനക് വർദ്ധൻ സിംഗ് ദിയോയും പ്രവതി പരിതയും ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാവും. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ആദ്യ ക്ഷണപത്രം പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി S നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ ഒറീസയിലും സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. BJP ഡബിൾ എഞ്ചിൻ സർക്കാർ ഒറീസയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പ്രചരണത്തിൽ മുഴുവനും പറയുകയും ചെയ്തത്. ഇപ്പോൾ സർക്കാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രണ്ട് ഉപമുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നാളെ ചുമതലയേൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ, 147 അംഗ നിയമസഭയിൽ BJPക്ക് 78 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണുള്ളത്. അതിനാൽ തന്നെ കഴിഞ്ഞ 24 വർഷം നീണ്ടുനിന്ന ബിജു ജനതാദൾ ഭരണം അവസാനിക്കാൻ പോകുന്നു. ഇന്ന് മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗിൻ്റെയും അതേപോലെ തന്നെ ഭൂപേഷ് യാദവിൻ്റെയും അധ്യക്ഷതയിൽ അവരുടെ ഒരു നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക യോഗം, നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. അതിലാണ് ഇന്ന് ഒരു മുഖ്യമന്ത്രിയെയും 2 ഉപമുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുത്തത്. മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഒന്ന് കനകവർദ്ധൻ സിംഗ് ദിയോയും അതേപോലെ തന്നെ പ്രവതി പരിതയുമാണ് മുഖ്യമന്ത്രി. ഒരു വനിതാ ഉപമുഖ്യമന്ത്രി ഭാരതത്തിൻ്റെ നാരീശക്തി എന്നുള്ള കേന്ദ്രീകൃതമായ പദ്ധതികൾക്ക് അത് കൂടുതൽ ഊർജ്ജം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ബിജു ജനതാദളിൻ്റെ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് നിന്ന ഭരണത്തിനാണ് BJP അന്ത്യം വരുത്തുന്നത്. 2000-ലും 2004-ലും BJP ബിജു ജനതാദൾ സർക്കാരിൽ അംഗമായിരുന്നു. അതേസമയം ഇപ്പോൾ പൂർണ്ണമായും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം, ഒഡീഷയുടെ ഭരണം, അത് ആദ്യമായാണ് BJP ഏറ്റെടുക്കുന്നത്. 40.07% വോട്ടുകളാണ് BJP അവിടെ നേടിയത്. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിലാണ് BJP അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 24 വർഷം ഒഡീഷയുടെ ഏറ്റവും മോശപ്പെട്ട വർഷമായി ഉയർത്തിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയിരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയായിരുന്നു പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. അദ്ദേഹം അന്ന് പ്രചരണ വേളയിൽ തന്നെ പറഞ്ഞത് ജൂൺ 10-ാം തീയതി ഒഡീഷയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നായിരുന്നു. മാത്രമല്ല, ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വികസനങ്ങളിലേക്ക് ഒഡീഷ ഓടിയെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളിലാണേലും അതേപോലെ തന്നെ മറ്റ് വികസന കാര്യങ്ങളിലാണേലും ഒക്കെ തന്നെ ഒഡീഷ ഒരു തരത്തിലും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ഓടിയെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം വലിയ രീതിയിൽ ധാതു സമ്പത്തുള്ള സംസ്ഥാനമാണ് ഒഡീഷ. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് BJP കഴിഞ്ഞ 24 വർഷം ഒഡീഷയുടെ ഏറ്റവും മോശപ്പെട്ട വർഷമായി കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിലും BJP അധികാരത്തിൽ വന്നു. പിന്നാലെ ഒഡീഷയിലും ഇപ്പോൾ BJP അധികാരത്തിലേക്ക് വരുന്നു. ഇനി വലിയൊരു വികസനത്തിൻ്റെ തേരോട്ടം തന്നെ ഒഡീഷയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് സമസ്ത മേഖലയിലും ഊന്നിയുള്ള വികസനം. ഈ മോഹൻ ചരൺ മാഞ്ചി, അദ്ദേഹം ഒരു വനവാസി വിഭാഗത്തിൽ നിന്നുമുള്ള BJPയുടെ നേതാവാണ്. 4 തവണ MLA ആയ
നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം BJP തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി BJP തീരുമാനിച്ചതും. ഏതായാലും മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഒരു പരിഗണന ഒഡീഷയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് 24 വർഷം നീണ്ടുനിന്ന ഭരണത്തിനാണ് BJP തടയിട്ടത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അവിടെ ഒഡീഷയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉടലെടുത്തപ്പോഴും എല്ലാം BJP അവിടെ കൃത്യമായ സമീപനത്തോടുകൂടി അവിടെ നേതൃപാടവം ഏറ്റെടുക്കുവാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഐസൻ. നന്ദൻ, അതുപോലെ തന്നെ ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു എന്ന്. കാരണം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാരെല്ലാവരും തന്നെ അതാത് വകുപ്പുകളുടെ ചുമതലയേറ്റ ദിവസം കൂടിയായിരുന്നു. അത്തരം വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം ചില വകുപ്പുകൾ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. വിദേശകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, ധനവകുപ്പ്, ഇതെല്ലാം തന്നെ മാറ്റമില്ലാതെ തുടരുകയുമാണ്. എന്താണ് ഡൽഹിയിലെ അധികാരമേറ്റെടുത്ത ആ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ? ഐസർ, ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരുമായി അദ്ദേഹം സംവദിച്ചു. പിന്നീടാണ് ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളുണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3 കോടി വീടുകൾ കൂടി നൽകുവാനും അതേപോലെ തന്നെ കിസാൻ സമ്മാന നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നൽകുവാനുമുള്ള തീരുമാനം. അങ്ങനെ വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിലുണ്ടായത്. അതിനുശേഷം ഇന്ന് ഓരോ മന്ത്രിമാരായി അവരവരുടെ വകുപ്പുകളിലെത്തി അതാത് മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റു. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ BJP തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകിച്ച് ആഭ്യന്തരമാണെങ്കിലും ധനമാണെങ്കിലും അതേപോലെ തന്നെ പ്രതിരോധമാണെങ്കിലും ഇത്തരം വകുപ്പുകളൊക്കെ തന്നെ മുതിർന്ന BJP നേതാക്കൾ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറെ പ്രത്യേകത എന്ന് പറയേണ്ടത് BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന JP നദ്ദ അദ്ദേഹം ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആദ്യ 2014 നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. ആ പ്രവർത്തന മികവ് തന്നെയാണ് അദ്ദേഹത്തെ ഈ 3ാം നരേന്ദ്രമോദി സർക്കാരിലേക്ക് ഈ മന്ത്രാലയത്തിൻ്റെ ചുമതല നൽകുവാനുള്ള കാരണമായതും. ഏതായാലും ഇന്ന് ഓരോ മന്ത്രിമാരും, ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം പോലീസ് മെമ്മോറിയലിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. അതേപോലെ തന്നെ മുതിർന്ന മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് അദ്ദേഹം പ്രതിരോധത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് S ജയശങ്കറിൻ്റെയാണ്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ഈ അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഉടൻ തന്നെ വേണ്ട നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ജയശങ്കറിൻ്റെ ഇടപെടൽ ഇനി എത്രമാത്രം ഗുണകരമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുമുള്ള 2 സഹമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അവർ മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുത്തു. രാവിലെ ജോർജ് കുര്യൻ ആദ്യം അദ്ദേഹത്തിൻ്റെ അനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട വകുപ്പിലാണ് ചുമതല ഏറ്റെടുത്തത്. അതിനുശേഷമാണ് അദ്ദേഹം ന്യൂനപക്ഷ മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിൻ്റെ പ്രത്യേക വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നും അതേപോലെ തന്നെ ആ തീരദേശ ജനതയ്ക്ക് വേണ്ട സുരക്ഷയും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് അവരെ നേരിട്ട് കണ്ട് മുതലപ്പുഴയിലടക്കം നേരിട്ടെത്തി അവരുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത് നരേന്ദ്രമോദിക്കൊപ്പം അധികാരമേറ്റത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നതെന്നാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. ഐസൻ, നന്ദി നന്ദൻ. ഇനി മറ്റു ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ജാതി വിവേചനം ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ കണ്ടെത്താനാവില്ലെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും കണ്ടെത്താനാവില്ല. സ്വാർത്ഥരായ കുറേ മനുഷ്യർ ചെയ്തു വെച്ചതാണ് അയിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ ഏകതയുടെ പ്രകാശനം മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ ആത്മപ്രകാശനമാണ് വൈവിധ്യം. വൈവിധ്യങ്ങളെ അംഗീകരിച്ച് ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വിമുഖത കാണിക്കുമ്പോഴാണ് സമൂഹം നാശത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങളെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാക്കിയത്. പുരാണങ്ങളിലോ ഉപനിഷത്തുകളിലോ ഇത്തരം വിവേചനങ്ങൾ കണ്ടെത്താനാവില്ലെന്നും RSS സർസംഘചാലക് പറഞ്ഞു. जब इस रीति को हम भूल गए तब से हमारा पतन हुआ. तब हमने अपने ही भाइयों को अस्पृश्य कहकर दूर रखा. कोई इसके पीछे न्याय नहीं है, कोई शास्त्र इसके पीछे नहीं है, न इसको वेदों का आधार है न उपनिषदों का आधार है. ये तो स्वार्थी लोगों ने बुना हुआ जाल है, अथवा कुछ समय आया होगा जिसमें ऐसा चलना पड़ा होगा, पता नहीं क्या था, लेकिन वो कालबाह्य है और गलत है. समाज में एकता चाहिए.
കഴിഞ്ഞ കാലത്തെ തിന്മകളെ ഉപേക്ഷിച്ച് ആധുനിക കാലത്തെ നന്മകളെ ഉൾക്കൊള്ളാൻ പഠിക്കണം. കുടുംബത്തിൽ നിന്ന് തന്നെ അത് ആരംഭിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. डर है तो दुर्बल मत बनो, शक्ति संपन्न बनो, डर नहीं रहेगा, लेकिन शक्ति के साथ शील संपन्न बनो. शील अपना अपने धर्म और संस्कृति से आता है, जो सत्य के बाद अहिंसा को कहता है, सबके प्रति सद्भावना को कहता है. सबके प्रति सद्भावना को लेकर पुरानी बातों को भूलकर सबको अपनाना, और हम एक दूसरे को अपना सके इसलिए अपने को जो बदल अपने में करना है, अपने घर से उसका प्रारंभ करना, स्वयं से प्रारंभ करना. ഏകതയും സംസ്കാരവും നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ്. ആ മാർഗത്തിൽ തന്നെയായിരിക്കണം സമൂഹം സഞ്ചരിക്കേണ്ടതെന്നും സർസംഘചാലക് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. വകുപ്പുകളിൽ തീരുമാനമായതോടെ വിവിധ കേന്ദ്രമന്ത്രിമാർ ചുമതലയേറ്റെടുത്തു. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കറും റെയിൽവേ മന്ത്രിയായി അശ്വനി വൈഷ്ണവും ആരോഗ്യമന്ത്രി സ്ഥാനത്ത് JP നദ്ദയും ചുമതലയേറ്റെടുത്തു. വിവിധ വകുപ്പുകളിലെ സഹമന്ത്രിമാരും ഇന്ന് ചുമതലയേറ്റു. തുടർച്ചയായ രണ്ടാം തവണയും ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതലയേറ്റു. രാവിലെ 8:30 സൗത്ത് ബ്ലോക്കിലുള്ള വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചുമതലയേറ്റെടുത്തു. രണ്ടാം തവണയും റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതലയിലെത്തുന്ന അശ്വനി വൈഷ്ണവിനെ പൂക്കൾ നൽകിയാണ് ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് സ്വീകരിച്ചത്. ശേഷം അശ്വനി വൈഷ്ണവും അധികാരം ഏറ്റെടുത്തു. ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് എത്തിയ JP നദ്ദയ്ക്കൊപ്പം സഹമന്ത്രിമാരും ചുമതലയേറ്റെടുത്തു. തുടർച്ചയായ രണ്ടാം തവണയാണ് ഭൂപേന്ദർ യാദവ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുക്കുന്നത്. മുൻ മുഖ്യമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടറും ശിവരാജ് സിംഗ് ചൗഹാനും മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റെടുത്തു. ജ്യോതിരാജ്യ സിന്ധ്യ, ചിരാഗ് പാസ്വാൻ, എൽ മുരുകൻ, ജയന്ത് ചൗധരി, ജിതേന്ദ്ര സിംഗ്, ഗിരിരാജ് സിംഗ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുടങ്ങിയ മന്ത്രിമാരും വിവിധ വകുപ്പുകളിലെ സഹമന്ത്രിമാരും ഇന്ന് ചുമതലയേറ്റെടുത്തു. നാഷണൽ ഡെസ്ക്, ജനം. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്നും ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ജോർജ് കുര്യൻ പറഞ്ഞു. ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ ആ വകുപ്പുകളിൽ ചുമതല ഏറ്റെടുത്ത ശേഷം ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജനം ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ജനം ടിവിയുടെ അഭിനന്ദനങ്ങൾ. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സുപ്രധാനമായ 2 വകുപ്പുകളുടെ ഭാഗമായി താങ്കളും അതിൻ്റെ ഭാഗമാവുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 2 വകുപ്പുകളിലെയും പ്രവർത്തനം സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അല്ല, 2 വകുപ്പുകളും തീർച്ചയായിട്ടും കൂടുതലും പാവപ്പെട്ടവരെ സംബന്ധിച്ച് അത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഓരോ വിഭാഗത്തിൻ്റെയും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അവരുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും. പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ശ്രമത്തിലൂടെയായിരിക്കും. പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും മന്ത്രാലയത്തിൻ്റെ ശ്രമം. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ തുടർച്ചയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഒരു സമീപനം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട്? ആദ്യം തന്നെ ജനങ്ങളോട് അതിന് ഒരു അവരുടേതായിട്ടുള്ള അഭിപ്രായം ക്രോഡീകരിച്ച് വരണം. അപ്പോൾ അങ്ങനെയാകുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ജനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് പിന്നെ വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് അങ്ങനെയായിരിക്കും ഒരു സ്കീം നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ അത് കുറച്ച് എതിർപ്പ് കുറച്ച് ആനുകൂല്യം എന്നുള്ള രീതിയല്ല, എല്ലാവരുടെയും ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപ്പിലാക്കുന്നത്.
ഈ വകുപ്പുകളുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഇത്തവണ 2 കേന്ദ്രമന്ത്രിമാരാണ് മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ വകുപ്പുകളുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് ഈ 2 മന്ത്രിമാരിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കാം? വികസനം തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം മന്ത്രിമാർക്ക് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നത് റിസൾട്ട് എന്ന് പറയുന്ന വികസനമാണ്. അത് നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതൊരു ജനകീയ മുഖമായിട്ടുള്ള അത് ഫൈറ്ററായിട്ടുള്ള സുരേഷ് ഗോപിക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിലുണ്ടാവും. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഞാനും ഉണ്ടാവും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അഭിനന്ദനങ്ങൾ. കേരളത്തിന്റെ വികസനത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചിട്ടുള്ളത്. ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. 3-ാം മോദി സർക്കാരിൻ്റെ കാലത്ത് UN സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് എസ് ജയശങ്കർ. ദക്ഷിണ അർദ്ധഗോള രാജ്യങ്ങളെ ചേർത്തുപിടിക്കുന്ന ഒരേയൊരു രാജ്യം ഭാരതം മാത്രമാണ്. രാജ്യത്തിൻ്റെ അന്തസ്സ് ലോകത്ത് ഇനിയും ഉയരുമെന്നും ജയശങ്കർ പറഞ്ഞു. വർഷങ്ങളായി രാജ്യം UN സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് ശ്രമിക്കുകയാണ്. നിരവധി രാജ്യങ്ങൾ ഭാരതത്തിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. 2-ാം മോദി സർക്കാരിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. സ്ഥിരാംഗത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വരാനിരിക്കുന്നത് ശുഭസൂചനയെന്നും എസ് ജയശങ്കർ പറഞ്ഞു. Role of India, the influence of India, that has been steadily growing, not just in terms of our own perception, but अगर आप देखें दूसरे देश हमारे बारे में क्या कहते हैं, उनको भी लगता है कि आज भारत जो है सचमुच उनका मित्र है. उन्होंने देखा है कि संकट के समय में कि अगर एक देश ग्लोबल साउथ के साथ खड़ा है तो वो भारत है. उन्होंने देखा है कि जब G20 की अध्यक्षता के समय में हम लोगों ने अफ्रीकन यूनियन की सदस्यता को आगे किया था, तो दुनिया हम पर विश्वास करती है और हमारी जिम्मेदारियां भी बढ़ रही हैं. तो हमें विश्वास है कि मोदी जी के नेतृत्व में भारत की जो पहचान जो है दुनिया में वो बढ़ेगी ज़रूर. और UNSC का सवाल आपने उठाया, पर उसके अलग अलग और भी पहलू हैं और मुझे पूरा विश्वास है कि उनके नेतृत्व में मोदी 3.0 की विदेश नीति जो है बहुत सफल होगी. G20 സമ്മേളനകാലത്ത് ഭാരതത്തിന്റെ ആഗോള നയം വ്യക്തമായതാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ രാജ്യങ്ങളെ ചേർത്തുപിടിക്കാൻ ഭാരതം മാത്രമാണ് ഇന്നുള്ളത്. ആഫ്രിക്കൻ യൂണിയൻ G20 അംഗമായതും മോദിയുടെ കാലത്താണ്. 3-ാം മോദി സർക്കാർ രാജ്യത്തിന്റെ അന്തസ്സ് ലോകത്തിനു മുന്നിൽ ഇനിയും ഉയർത്തുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാകും പ്രവർത്തനമെന്ന് ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ടൂറിസം മേഖലയിൽ ഭാരതത്തിൻ്റെ തിലകക്കുറിയാണ് കേരളം. ചുമതല ഏറ്റെടുത്ത ശേഷം ജനം TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെട്രോളിയം ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ജനം TVയോടൊപ്പം ചേരുകയാണ്. സർ, ആദ്യം കേന്ദ്രമന്ത്രിക്ക് ജനം TVയുടെ അഭിനന്ദനങ്ങൾ. 3-ാം നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൽ നിർണായകമായ 2 വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സുരേഷ് ഗോപിയും അതിന്റെ ഭാഗമാവുകയാണ്. എന്താണ് ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്? കേരളത്തിലെ ജനങ്ങൾ തന്ന സ്നേഹം എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. അവരുടെ സ്നേഹം നേരിട്ടറിഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു ഭാരമാണ് എൻ്റെ തലയിൽ ഏറ്റുവെച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ടൂറിസം വകുപ്പിൽ ഏറെ സാധ്യതകൾ അറിയാം. കേരളം എന്നുള്ളത് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ ബൗണ്ടറി എന്നുള്ളത്. എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും? മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെലിബറേഷനിൽ മലയാളം ചാനലിലാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു സിന്ധു ഒക്കെ വന്നിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കേരളമാണ് ഇന്ത്യൻ ടൂറിസം ഡെസ്റ്റിനേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെ ഒരു അറിവ് അദ്ദേഹം പകർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹം ഇന്ത്യൻ ടൂറിസത്തിന് നൽകാൻ പോകുന്ന പുതിയ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് എനിക്ക് കൂടി ഖ്യാതി നേടിത്തരുന്ന അവസ്ഥയിലാക്കണം. ഒരു മലയാളി മന്ത്രിക്ക് കൂടി, മലയാളി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് അയാളുടെ നിർവഹണത്തിലൂടെ ആ തിളക്കം നൽകണമെന്ന് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം. കേരളത്തിൽ താങ്കളുടെ വിജയം ചരിത്രപരമായ BJPയുടെ ചരിത്രപരമായ നേട്ടമാണ്. ആദ്യമായാണ് താമര ചിഹ്നത്തിലൊരു ജനപ്രതിനിധി ലോക്സഭയിലെത്തുന്നത്. കേരളത്തിൽ നിന്ന് വണ്ടി കയറിയത് MP ആയാണ്. തിരിച്ചെപ്പോഴാണ് കേന്ദ്രമന്ത്രിയായി കേരളത്തിലേക്ക് പോകുന്നത്?
ഞാൻ നാളെ കോഴിക്കോടാണ്. തളി ഭഗവാന് തൊഴുതിട്ട് നേരെ മുത്തപ്പൻ, മാടായിക്കാവ്, കൊട്ടിയൂർ, മാമാനി കുന്നിലമ്മ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ശ്രീരാമക്ഷേത്രത്തിൽ തലശ്ശേരി, അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ. സർ ലാസ്റ്റ് പോയി നന്ദി പറയും. തൃശ്ശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം. സർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താങ്കൾ മത്സരിക്കുന്നത് തൊട്ട് ഈ ഒരു നിമിഷം വരെ വല്ലാത്ത അഭ്യൂഹങ്ങൾ, വ്യാജ വാർത്തകൾ, ഏറ്റവും ഒടുവിൽ വന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് വരെയായിരുന്നു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഏതൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു. ആരൊക്കെ കുഴപ്പമുണ്ടാക്കിയെന്ന് നിങ്ങളും കണ്ടതല്ലേ. അവരെക്കാലവും കുഴപ്പമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, എനിക്ക് ദ്രോഹമേ തന്നിട്ടുള്ളൂ. അവരിനിയും തന്നുകൊണ്ടിരിക്കട്ടെ. കാരണം ആ ദ്രോഹത്തിൽ നിന്നെല്ലാം എനിക്ക് വളർച്ചയ്ക്കുള്ള വളമേ ഉണ്ടായിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് വികസനം നടപ്പാക്കും എന്നുള്ളതാണ് ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. വികാസ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി. മൂന്നാം മോദി സർക്കാരിനെ അഭിനന്ദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. നരേന്ദ്രമോദി സർക്കാരിനെ കേരളത്തോടുള്ള കരുതൽ മൂലമാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. മോദി സർക്കാരിൻ്റെ ആദ്യ കർഷകക്ഷേമ ഉത്തരവ് കർഷകർക്കുള്ള അംഗീകാരമെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. മഹാഭാരതം സമാപിക്കുകയാണ്. ഇനി നാളെ വീണ്ടും കാണാം. നമസ്തേ.